നേരമുള്ള ബോംബിന് രാഹുൽ ഗാന്ധി അവിടെ തിരികൊളുത്തുള്ളൂ. പിന്നെ പടക്ക കടക്കി തീ പിടിച്ച പോലെ എല്ലായിടത്തും ടപ്പേ 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 എന്ന് പറഞ്ഞിട്ട് പൊട്ടായിരുന്നില്ലേ? എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. പാവം ഞങ്ങളുടെ തൃശ്ശൂർ MP മൂപ്പരാണ് ഏറ്റവും പെട്ടത്. അല്ല, ജിമാരുടെ കയ്യില് കള്ളവോട്ടിന്റെ വിശാലമായൊരു ഷോറൂം തന്നെ ഉണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം സുരേഷ് ഗോപിജി. തൃശ്ശൂർ എടുത്തിട്ട് പൊങ്ങാണ്ടായപ്പോ ബാക്കി ജിമാരൊക്കെ കട്ടയ്ക്ക് കൂടാന്നില്ലേ? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. വീട്ടു നമ്പർ പോലും ഇല്ലാണ്ട് അതൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ടയ്ക്ക് കൂടുന്നുണ്ടല്ലേ? ഞാൻ ഉണ്ട് നിന്റെ കൂടെ. തൃശ്ശൂരിലെ പാർട്ടി ഓഫീസുകളിൽ വർഷങ്ങളായിട്ട് 3 വർഷമായിട്ട് വരെ താമസിക്കുന്നവർ, 4 വർഷമായിട്ട് വരെയൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം വോട്ടവകാശം ഉപയോഗിച്ചിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് പാർട്ടി ഓഫീസിൽ താമസിക്കേ എന്തോ എവിടെ ഒരു തകരാറ് പോലെ. ഒരു ശക്കല കുഴപ്പമുണ്ട്. വോട്ട് മോഷ്ടിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. ഏത് തെണ്ടിയാണോ അത് അവിടെ കൊണ്ട് പറഞ്ഞത്? അത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത പലരുടെയും അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCD, അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് EFG, അഡ്രസ് 00 അങ്ങനെയല്ലേ? ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഷാജി ചേട്ടാ, ഇവിടെ ഇന്ന് വേറൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. തൃശൂർ ലാബിണിശ്ശേരി പഞ്ചായത്തില് 17 വോട്ടേഴ്സിന്റെ ലിസ്റ്റില് രക്ഷകർത്താക്കളുടെ പേരിന്റെ സ്ഥാനത്ത് ഒരു പ്രാദേശിക BJP നേതാവിന്റെ പേര്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതൊന്നും വലിയൊരു കണ്ടെത്തലൊന്നല്ല. ഇവിടെ കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരനാരാ? രാഹുൽ ഗാന്ധി. ഇത് മൂപ്പര് ഇപ്പൊ അവിടെ സുഖമായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക. ചായ മതിയോ? ഓ ആയിക്കോട്ടെ. പക്ഷെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ കൂടെ ചായ കുടിക്കുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലായ? ആരാണ് നിങ്ങൾ? ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്ന് വിധി എഴുതി കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മരിച്ചവരാണ് ആ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ ചായ കുടിക്കുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലായ? ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്ന് വിധി എഴുതി കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മരിച്ചവരാണ് ആ കാണുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പോ കാണാം.